പോരാളി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാണ്ട് അബദ്ധം പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണേ. കാരണം ഞാനങ്ങനെ വലിയ അബദ്ധം പറ്റിയിട്ടിരിക്കുകയാണ്. ഈ ചെരുപ്പ് എടുത്ത സമയത്ത് അമ്മ ഒരുപാട് പറഞ്ഞു ഇത് എടുക്കരുത്, പെട്ടെന്ന് ചീത്തയാവുന്നു. പക്ഷേ ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെ അവസാനം അത് കരിമനടിച്ച് കുളമായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമല്ലേ, ഇനി മേക്ക് ഓവർ അല്ലാണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം നമ്മളിനി കുറച്ച് ലേസ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിനി മേക്ക് ഓവർ ചെയ്യാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലേസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അളവ് മുഖ്യം ബികിലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ട് അളവൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്ത് ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ ലൈനിങ്ങിൻ്റെ ഒരു ക്ലോത്താണ് ഇട്ട് എടുക്കുന്നത്. അതാകുമ്പം നമുക്ക് അതിലേക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇളകി പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അളവെടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷീനില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ലേസ് ഞാനിവിടെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ചെരുപ്പിലേക്ക്. അപ്പോൾ ഫെവിക്വിക്കാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ചെരുപ്പിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്വിക്കാണ് കേട്ടോ ഒട്ടിയെടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫെവിക്വിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെരുപ്പിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പോരാളികൾക്ക് ഇങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇവർ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നെഗറ്റീവായിട്ട് പറയും. അവസാനം അത് തന്നെയായിരിക്കും കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെരുപ്പിന് കുറച്ച് ആർഭാടം കൂടിപ്പോയെന്നല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ പോരാളി ഇന്ന് ഞെട്ടിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മനിർവൃതി എനിക്ക് അവസാനം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.